ഇന്ന് ലേണേഴ്സിൻ്റെ ലെവൽ 1 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിയന്ത്രണം അവസാനിച്ചു, ബി വഴി കൊടുക്കുക, സി നിർത്തുക, ഡി പാർക്കിംഗ് പാടില്ല. ആൻസർ ഓപ്ഷൻ സി നിർത്തുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ ട്രാഫിക് ഐലൻഡ്, ഓപ്ഷൻ ബി ആശുപത്രി അടുത്തുണ്ട്, ഓപ്ഷൻ സി വഴി കൊടുക്കുക, ഓപ്ഷൻ ഡി ഒരു ദിശയിൽ മാത്രം വണ്ടി ഓടിക്കുക. ഓപ്ഷൻ സി വഴി കൊടുക്കുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വൺ വേ അടയാളം, ഓപ്ഷൻ ബി റോഡ് അടച്ചിരിക്കുന്നു, ഓപ്ഷൻ സി പ്രവേശനമില്ല, ഓപ്ഷൻ ഡി കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല. ഓപ്ഷൻ സി പ്രവേശനമില്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം അനുവദിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, ഓപ്ഷൻ സി പ്രവേശനമില്ല, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയൊന്നും ശരിയല്ല. ആൻസർ ഓപ്ഷൻ എ ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം അനുവദിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഹോൺ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി ഹോൺ വേണമെങ്കിൽ മുഴക്കാം, ഓപ്ഷൻ സി ഹോൺ മുഴക്കണം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നും ശരിയല്ല. ഓപ്ഷൻ എ ഹോൺ നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പ്രവേശനമില്ല, ഓപ്ഷൻ ബി എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കാൽനട ക്രോസിംഗ്, ഓപ്ഷൻ ബി കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി റോഡ് ഉപയോക്താക്കൾ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും വാക്കിംഗ് സോൺ. ഓപ്ഷൻ ബി കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ യു ടേൺ നിരോധന ചിഹ്നം, ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയുന്ന നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി ഓവർടേക്ക് ചെയ്യരുത്, ഓപ്ഷൻ ഡി വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഇടത്തോട്ട് തിരിയുക, ഓപ്ഷൻ ബി ഓവർടേക്ക് ചെയ്യരുത്, ഓപ്ഷൻ സി ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നും ശരിയല്ല. ആൻസർ ഓപ്ഷൻ സി ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ ഇടത്തേക്കുള്ള വലിയ വളവ്, ഓപ്ഷൻ ബി ഇടത്തേക്ക് തിരിയാനുള്ള അടയാളം, ഓപ്ഷൻ സി യു ടേൺ നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി ഇടത്തേക്ക് തിരിയുന്ന നിരോധിച്ചിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി യു ടേൺ നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വേഗതാ പരിധി മണിക്കൂറിൽ 2 കിലോമീറ്റർ, ഓപ്ഷൻ ബി 2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, ഓപ്ഷൻ സി 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, ഓപ്ഷൻ ഡി 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഓപ്ഷൻ സി 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, ഓപ്ഷൻ ബി 3.5 മീറ്ററിന് മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, ഓപ്ഷൻ സി 3.5 മീറ്ററിന് താഴെ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം, ഓപ്ഷൻ ഡി 3.5 മീറ്ററിന് താഴെ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. ആൻസർ ഓപ്ഷൻ സി 3.5 മീറ്ററിന് താഴെ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക, ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ തൂക്കം 50 ടണ്ണിൽ അധികരിക്കരുത്, ഓപ്ഷൻ സി മണിക്കൂറിൽ 50 കിലോമീറ്റർ മുകളിൽ വേഗതയിൽ വാഹനം ഓടിക്കുക, ഓപ്ഷൻ ഡി സ്കൂൾ മേഖല അടയാളം.
ആൻസർ ഓപ്ഷൻ എ മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാത്ത വേഗതയിൽ വാഹനമോടിക്കുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി നിർത്തരുത്. ഓപ്ഷൻ ഡി പ്രവേശനമില്ല. ആൻസർ ഓപ്ഷൻ ബി പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർബന്ധിത ബസ് സ്റ്റോപ്പ്. ഓപ്ഷൻ ബി നിർബന്ധിത ബസ് ട്രാക്ക്. ഓപ്ഷൻ സി ബസ് വേ. ഓപ്ഷൻ ഡി ബസ് പാർക്കിംഗ്. ഓപ്ഷൻ എ നിർബന്ധിത ബസ് സ്റ്റോപ്പ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഓപ്ഷൻ സി മുന്നിൽ ഇടത്തേക്കുള്ള വളവ്. ഓപ്ഷൻ ഡി ഇടതുവശത്തേക്ക് റോഡില്ല. ആൻസർ ഓപ്ഷൻ എ നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ബ്ലൂ സർക്കിളിൽ വരുന്നത് നിർബന്ധമായും എന്നിവയെ സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർബന്ധിത വൺ വേ. ഓപ്ഷൻ ബി പ്രവേശനമില്ല. ഓപ്ഷൻ സി സൈഡ് റോഡുകൾ ഇല്ല. ഓപ്ഷൻ ഡി നിർബന്ധമായും മുന്നോട്ട് മാത്രം പോകുക. ആൻസർ ഓപ്ഷൻ ഡി നിർബന്ധമായും മുന്നോട്ട് മാത്രം പോകുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ വലത്തോട്ടുള്ള റോഡ്. ഓപ്ഷൻ ബി നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക. ഓപ്ഷൻ സി നിർബന്ധിതമായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. ഓപ്ഷൻ ഡി വലതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ സി നിർബന്ധിതമായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർബന്ധമായി മുന്നോട്ട് അല്ലെങ്കിൽ വലത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി മുന്നോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്ക് വളവ്. ഓപ്ഷൻ സി മുന്നിൽ സൈഡ് റോഡ്. ഓപ്ഷൻ ഡി നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ആൻസർ ഓപ്ഷൻ ഡി നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഓപ്ഷൻ സി റിവേഴ്സ് റോഡ്. ഓപ്ഷൻ ഡി ഇടത്തോട്ട് തിരിയുക. ആൻസർ ഓപ്ഷൻ ബി നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഇന്ന് കണ്ട ട്രാഫിക് ചിഹ്നങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ടതാണ്. ടെസ്റ്റിന് പലപ്പോഴായി ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. അടുത്ത ലെവൽ 2 ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്